ഗെയിം നിയന്ത്രിക്കുന്ന ആളുകൾ അവർക്ക് മറ്റൊരു ഇൻസ്ട്രക്ഷൻ കൂടി കൊടുക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ടീം മാറാം. ഇതേ സമയം ജോയോട് അവളുടെ കാമുകൻ വന്ന് പറയുന്നു, എനിക്കൊരിക്കലും ചെറുത്ത് നിൽക്കാനാവില്ല. ഈ ഒരു അവസ്ഥയിൽ നിനക്കൊരാളെ കൊല്ലാൻ സാധിക്കില്ല. അതിനാൽ നമുക്ക് ടീം മാറാം. ആരെയെങ്കിലും കൊന്ന് പാസ്സായതിനു ശേഷം ഞാൻ നിന്നെ തേടി വരും, നിന്നെ സംരക്ഷിക്കും. ആദ്യമൊന്നും സമ്മതിക്കാത്ത അവൾ അവന്റെ വാക്ക് വിശ്വസിച്ച് അവസാന നിമിഷം ടീം മാറും. പകരം അവള് ബ്ലൂവും അവൻ റെഡുമായി മാറും. സിയോങ് തന്റെ പ്രതികാര ദാഹം കൊണ്ട് ജ്വലിക്കുന്നു. കാരണം സിയോങ് റെഡും കാങ് ഡി ഹോൾ ബ്ലൂവുമായിരുന്നു. കുറെ നേരമായി സിയോങ് തന്നെ ദേഷ്യത്തോടു കൂടി നോക്കുന്നു എന്നറിഞ്ഞ കാങ് ഡി ഹോങ് സിയോങ്ങിനടുത്തേക്ക് പോകുന്നു. ശേഷം അവനോട് പറയുന്നു, ഇതെല്ലാത്തിനും കാരണം നീയാണ്. അവര് മരിക്കാൻ കാരണം നീയാണ്. നീ മാത്രമാണ്, അല്ലാതെ ഞാനല്ല. ഇതെല്ലാം കേട്ടിട്ടും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ സിയോങ് ഇരിക്കുന്നു. സോൾജിയേഴ്സ് ഇത് കണ്ട് കാങ്ങിനെ സിയോങ്ങിന്റെ മുകളിൽ നിന്നും മാറ്റുന്നു. അതേസമയം അമ്മയും മകനും പരസ്പരം ടീം മാറുന്നു. ഡിറ്റക്റ്റീവ് ആൻഡ് ടീം പുതിയ ഡ്രോൺ ഓപ്പറേറ്ററുമായി യാത്ര തിരിക്കുന്നു. പക്ഷേ ആ സമയമായിട്ടും ചോയ് വരുന്നില്ല. പകരം തനിക്ക് ഇവിടെ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്, നിങ്ങൾ പോയിക്കോളൂ എന്ന സന്ദേശം അവൻ ഡിറ്റക്റ്റീവിനോട് പറയും. കൂടാതെ ക്യാപ്റ്റന്റെ അടുത്ത് കുറച്ച് ശ്രദ്ധാലു ആവാനും അവൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ആവുന്നു. മുന്നിലുള്ള കവാടത്തിലൂടെ 2 മിനിറ്റിനുള്ളിൽ അവിടെ സുരക്ഷിതമായ സ്ഥലം നോക്കി ബ്ലൂ ടീം തിരയും. ഇതേ സമയം അമ്മ, പ്രറ്റൻഡ് വൺ ജോ കൂടാതെ ട്രാൻസ്ജെൻഡറായ പാർക്കും കൂടി ഒരുമിച്ച് മുന്നേറുന്നു. സമയം കഴിയുന്നു. റെഡ് അംഗങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നു.